ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ വർഷവും BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ നടത്തുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ പറ്റിയാണ്. 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വേദിയായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. UAE വെച്ചിട്ടായിരുന്നു 2020 IPL നടന്നത്. IPL ഫൈനലിന്റെ വേദി ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. 2020 IPL ടൈറ്റിൽ നേടിയിരിക്കുന്നത് വിജയികളായിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസിന്റെ 5ാമത് കിരീടമാണ് 2020 മുംബൈ ഇന്ത്യൻസ് നേടിയിരിക്കുന്നത്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയാണ് മുംബൈ ഇന്ത്യൻസ് അവരുടെ 5ാമത്തെ IPL കിരീടം നേടുന്നത്. ഫൈനലിലെ മികച്ച പ്രകടനത്തിന് മാൻ ഓഫ് ദ ഫൈനലായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ ബോളറായ ട്രെന്റ് ബോൾട്ടിനെ ആയിരുന്നു. അതുപോലെ 2020 IPL എമർജിംഗ് പ്ലെയർ ആയിട്ട് മാറിയിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലെ താരം ദേവദത്ത് പടിക്കലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടി പർപ്പിൾ ക്യാപ്പ് 2020 IPL സ്വന്തമാക്കിയിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ബൌളറായ കഗീസോ റബാദയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ് നേടിയിരിക്കുന്നത് കിങ്സ് 11 പഞ്ചാബ് താരം KL രാഹുലാണ്. അതുപോലെ 2020 IPL ഏറ്റവും മൂല്യമേറിയ താരം മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് മാറിയിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് താരം ജോഫ്രെ ആർച്ചറാണ്. അപ്പോൾ 2020 ടൈറ്റിൽ നേടിയിരിക്കുന്ന ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസിന്റെ എത്രാമത് കിരീടമാണ്? 5ാമത് കിരീടമാണ്. 2020 IPL ടൈറ്റിൽ നേടുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായിരുന്ന വ്യക്തി രോഹിത് ശർമ്മയാണ്. അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് വിമൻസ് T20 ചാലഞ്ച് 2020 പറ്റിയാണ്. വേദിയായത് UAE തന്നെയായിരുന്നു. 3 ടീമുകളാണ് BCCIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിമൻസ് T20 ചാലഞ്ച് 2020 ഉണ്ടായിരുന്നത്. ഇതിൽ വിജയികളായിരിക്കുന്നത് ട്രയൽ ബ്ലേസേഴ്സ് ആണ്. റണ്ണേഴ്സ് അപ്പ് സൂപ്പർനോവാസ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററായ നമ്മുടെ ആരോഗ്യമന്ത്രിയായ ശ്രീമതി KK ശൈലജ ടീച്ചറിനെ പറ്റിയാണ്. വോഗ് ഇന്ത്യ മാഗസിനിലെ വോഗ് ഇന്ത്യ മാസികയുടെ വുമൺ ഓഫ് ദി ഇയർ 2020 സീരീസിൽ മുഖചിത്രമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി KK ശൈലജ ടീച്ചറെയാണ്. അപ്പോ വോഗ് ഇന്ത്യ മാസികയുടെ വുമൺ ഓഫ് ദി ഇയർ സീരീസിൽ 2020 സീരീസിൽ മുഖചിത്രമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി KK ശൈലജ ടീച്ചറെയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2020 നവംബറിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഡയറക്ടറായിട്ട് നിയമിതയാകുന്ന ആദ്യ വനിതയാണ് ആലിയ സഫർ. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. 2020 നവംബറിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ PCBയുടെ ഡയറക്ടറായി നിയമിതയാകുന്ന ആദ്യ വനിത ആലിയ സഫറാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിലവിലെ ചെയർമാൻ എഹ്സാൻ മണിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്. കേരള മാനേജ്മെന്റ് അസോസിയേഷൻ ലീഡർഷിപ്പ് അവാർഡ് 2020 ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് LICയുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായ ശ്രീ MR കുമാറിനാണ്. അപ്പോ 2020 നവംബറിൽ കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെ ലീഡർഷിപ്പ് അവാർഡിന് അർഹനായിരിക്കുന്നത് ശ്രീ MR കുമാറാണ്. കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെ ടെക്നോളജി ലീഡർഷിപ്പ് പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് കേരള പോലീസിലെ ADGP ആയ ശ്രീ മനോജ് എബ്രഹാം IPSനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു പുരസ്കാരമാണ് NC ശേഖർ പുരസ്കാരം. NC ശേഖറിന്റെ സ്മരണാർത്ഥം NC ശേഖർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തുന്ന NC ശേഖർ പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് മീനാക്ഷി ടീച്ചർക്കാണ്. അപ്പോൾ പ്രമുഖ സ്വതന്ത്ര സമര സേനാജിയും അതുപോലെ തന്നെ എഴുത്തുകാരനുമൊക്കെയായ NC ശേഖറിന്റെ സ്മരണാർത്ഥം നൽകുന്ന NC ശേഖർ പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് മീനാക്ഷി ടീച്ചർക്കാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയെ പറ്റിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി നിലവിൽ വന്നത് കൊച്ചിയിലായിരുന്നു. അപ്പോൾ ഈ കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രഥമ CEO ആയിട്ട് നിയമിതനായിരിക്കുന്നത് ജാഫർ മാലിക് ആണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചിരിക്കുക, കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പ്രഥമ CEO ആരാണ്? ജാഫർ മാലിക് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായിരിക്കുന്നത് ഡോക്ടർ K ജയകുമാറാണ്. അപ്പോൾ അധിക ചുമതലയാണ് നിലവിൽ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം ആസ്ഥാനമായുള്ള ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായിരിക്കുന്നത് ഡോക്ടർ K ജയകുമാറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. നമ്മുടെ ദേശീയ തലസ്ഥാന മേഖലയായ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ NCRലെ വായു മലിനീകരണം തടയുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷന്റെ പ്രഥമ ചെയർമാനായിട്ട് നിയമിതനായ മലയാളിയാണ് ശ്രീ MM കുട്ടി. അപ്പോ NCR മേഖലയിലെ വായു മലിനീകരണം തടയുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷന്റെ പ്രഥമ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത് ശ്രീ MM കുട്ടിയാണ്.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ്. അതിന്റെ പേര് നട്ട്കട്ട് എന്നാണ്. 2020 നവംബറിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ BISSFൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്ത് 2021 ഓസ്കാറിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിന് യോഗ്യത നേടിയ ചിത്രമാണ് നട്ട്കട്ട്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാൻ വ്യാസ് ആണ്. ഈ ചിത്രത്തിലെ നായിക വിദ്യാബാലനാണ്. ബോളിവുഡ് നായികയായ വിദ്യാബാലനാണ് നട്ട്കട്ട് എന്ന ഷോർട്ട് ഫിലിമിലെ നായിക. അപ്പോൾ 2020 നവംബറിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുത്ത് 2021 ഓസ്കാർ അവാർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിന് യോഗ്യത നേടിയ ചിത്രമാണ് നട്ട്കട്ട്. നട്ട്കട്ടിന്റെ സംവിധായകൻ ഷാൻ വ്യാസ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പാലമാണ്. അതിന്റെ പേര് ധോബ്ര ചാന്ദി ബ്രിഡ്ജ് എന്നാണ്. 2020 നവംബറിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സസ്പെൻഷൻ ബ്രിഡ്ജ്, സിംഗിൾ ലൈൻ മോട്ടോറബിൾ സസ്പെൻഷൻ ബ്രിഡ്ജാണ് ധോബ്ര ചാന്ദി ബ്രിഡ്ജ്. നിലവിൽ വന്നിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ തെഹ്രി ഗാർവാൾ ജില്ലയിൽ തെഹ്രി തടാകത്തിന് കുറുകെയാണ് ധോബ്ര ചാന്ദി ബ്രിഡ്ജ് നിലവിൽ വന്നിരിക്കുന്നത്. ഈ ബ്രിഡ്ജിന്റെ നീളം, ഈ പാലത്തിന്റെ നീളം 725 മീറ്റർ ആണ്. അപ്പോൾ 2020 നവംബറിൽ നിലവിൽ വന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ലൈൻ മോട്ടോറബിൾ സസ്പെൻഷൻ ബ്രിഡ്ജാണ് ധോബ്ര ചാന്ദി ബ്രിഡ്ജ്. നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ തെഹ്രി ഗാർവാൾ ജില്ലയിലെ തെഹ്രി തടാകത്തിന് കുറുകെയാണ് ധോബ്ര ചാന്ദി ബ്രിഡ്ജ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ നീളം 725 മീറ്റർ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതി, ഉഡേ ദേശ് കാ ആം നാഗരിക്. അപ്പോൾ ഉഡാൻ പദ്ധതി പ്രകാരം 2020 നവംബറിൽ പ്രവർത്തനം ആരംഭിച്ച ബീഹാറിലെ എയർപോർട്ടാണ് ദർഭംഗ എയർപോർട്ട്. അപ്പോൾ ദർഭംഗ എയർപോർട്ട് ഒരുപക്ഷെ ഏത് സംസ്ഥാനത്താണ് എന്ന് ഒരുപക്ഷെ നമുക്ക് ചോദിച്ചേക്കാം എക്സാമിന്. ദർഭംഗ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. 2020 നവംബറിൽ പ്രവർത്തനം ആരംഭിച്ച എയർപോർട്ടാണ് ദർഭംഗ എയർപോർട്ട്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജൈനോളജി വിതരണം ചെയ്യുന്ന പുരസ്കാരം. ആ പുരസ്കാരത്തിന്റെ പേര് അഹിംസ അവാർഡ് എന്നാണ്. 2020 ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് കെനിയൻ അധ്യാപകനായ പീറ്റർ തബീജിക്കാണ്. അദ്ദേഹത്തിന് 2019 ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസും ലഭിച്ചിരുന്നു. അപ്പോ 2019 ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ് ജേതാവും അതുപോലെ തന്നെ 2020 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജൈനോളജി വിതരണം ചെയ്യുന്ന അഹിംസ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? കെനിയൻ അധ്യാപകനായ പീറ്റർ തബീജിക്കാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നാസയുടെ ഒരു മിഷനാണ്. അതിന്റെ പേര് ആർടെമിസ് എന്നാണ്. 2024 വനിതകളെ ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിക്കുന്നതിനായുള്ള നാസയുടെ ദൌത്യമാണ് ആർടെമിസ് എന്നുള്ളത്. നാസയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാഷിംഗ്ടണിലാണ്. നാസയുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ജിം ബ്രൈഡൻസിനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. 2020 നവംബറിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ, അമേരിക്കയുടെ 46ാമത് പ്രസിഡന്റായ ജോ ബൈഡന്റെ COVID-19 അഡ്വൈസറി ബോർഡിലേക്ക് നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ഡോക്ടർ വിവേക് മൂർത്തി. അപ്പോ 2020 നവംബറിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ COVID-19 അഡ്വൈസറി ബോർഡിലേക്ക് നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? ഡോക്ടർ വിവേക് മൂർത്തിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ചൈനയെ പറ്റിയാണ്. 2020 നവംബറിൽ ലോകത്തിലെ ആദ്യ 6G വാർത്താവിനിമയ ഉപഗ്രഹം 6G കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. ചൈനയുടെ തലസ്ഥാനം നമുക്കറിയാം ബെയ്ജിംഗ് ആണ്. ചൈനയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ്? CNSA ആണ്. ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കൊടുങ്കാറ്റിനെ പറ്റിയാണ്. അതിന്റെ പേര് എറ്റ എന്നാണ്. 2020 നവംബറിൽ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിൽ നാശം വിതച്ച കൊടുങ്കാറ്റാണ് എറ്റ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. കൊച്ചി ആസ്ഥാനമായുള്ള എയർലൈൻ സ്ഥാപനമായ എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യയുടെ സബ്സിഡറി കമ്പനിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. അപ്പൊ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ CEO ആയിട്ട് നിയമിതനാകുന്നത് അലോക് സിംഗ് ആണ്. അപ്പോ 2020 നവംബറിൽ കൊച്ചി ആസ്ഥാനമായുള്ള എയർലൈൻ സ്ഥാപനമായ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ CEO ആയിട്ട് നിയമിതനാകുന്നത് ആരാണ്? അലോക് സിംഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 ദിനങ്ങളാണ്. അതിലൊന്നാണ് എല്ലാ വർഷവും നവംബർ മാസം 10 ലോക ശാസ്ത്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. വേൾഡ് സയൻസ് ഡേ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ്. ഐക്യരാഷ്ട്രസഭയുടെ സഹസംഘടനയായ യുനെസ്കോയുടെ നേതൃത്വത്തിലാണ് ആചരിക്കപ്പെടുന്നത്. എല്ലാ വർഷവും നവംബർ മാസം 10 ലോക ശാസ്ത്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. 2020 പ്രമേയം സയൻസ് ഫോർ ആൻഡ് വിത്ത് സൊസൈറ്റി ഇൻ ഡീലിംഗ് വിത്ത് COVID-19 എന്നാണ്. അപ്പൊ പ്രമേയം ഓർമ്മിച്ച് വെച്ചിരിക്കാം. 2020 ലോക ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം സയൻസ് ഫോർ ആൻഡ് വിത്ത് സൊസൈറ്റി ഇൻ ഡീലിംഗ് വിത്ത് COVID-19 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദേശീയ ശാസ്ത്ര ദിനം നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? എല്ലാ വർഷവും ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ്. 2020 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? വിമൻ ഇൻ സയൻസ് എന്നാണ്.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഡേ ആണ്. എല്ലാ വർഷവും നവംബർ മാസം 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നമ്മൾ ആചരിക്കും. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാമിന്റെ ജന്മദിനമാണ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ എന്നാണ്? നവംബർ മാസം 11 ആണ് ലോകശാസ്ത്ര ദിനം, നവംബർ മാസം 10 അതുപോലെ ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി മാസം 28. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 പുസ്തകങ്ങളാണ്. അതിലൊന്നാണ് യുവർ ബെസ്റ്റ് ഡേ ഈസ് ടുഡേ എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് അഭിനേതാവായ അനുപം ഖേർ ആണ്. അപ്പോൾ യുവർ ബെസ്റ്റ് ഡേ ഈസ് ടുഡേ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് അനുപം ഖേർ ആണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് ഹിറ്റ്മാൻ ദ രോഹിത് ശർമ്മ സ്റ്റോറി എന്നുള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയുടെ ഒരു ബയോഗ്രഫിയാണ് ഹിറ്റ്മാൻ ദ രോഹിത് ശർമ്മ സ്റ്റോറി എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് വിജയ് ലോകാപ്പള്ളിയും അതുപോലെ ജി കൃഷ്ണനും ചേർന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു വിയോഗമാണ്. 2020 നവംബറിൽ അന്തരിച്ച പ്രമുഖ എഴുത്തുകാരനും അതുപോലെ തന്നെ ഗുജറാത്തി കോളമിസ്റ്റുമായ വ്യക്തിയാണ് കാർലോസ് ഗൊൺസാലസ് വാലസ് എസ് ജെ. അദ്ദേഹം അറിയപ്പെടുന്ന പേര് ഫാദർ വാലസ് എന്നാണ്. അപ്പോൾ 2020 നവംബറിൽ അന്തരിച്ച പ്രമുഖ എഴുത്തുകാരനും ഗുജറാത്തി കോളമിസ്റ്റുമായിട്ടുള്ള വ്യക്തിയാണ് ഫാദർ വാലസ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഈ സ്ക്രീനിന്റെ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനാകും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു 2020 നവംബറിൽ സംസ്ഥാന റബ്ബർ മേഖലയെ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സിയാൽ മോഡൽ കമ്പനിയുടെ പേര് എന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2020 നവംബറിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനും അതുപോലെ തന്നെ ഹരിത കേരള മിഷനും UNDP ഇന്ത്യയുടെ സഹകരണത്തോടുകൂടി ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ആക്സിലറേഷൻ പ്രോഗ്രാം ഏതാണ് എന്നുള്ളത്. ആ പ്രോഗ്രാമിന്റെ പേരാണ് ജിഫ്, ഗ്രീൻ ഇന്നൊവേഷൻ ഫണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനകത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഡെയിലി കറന്റ് അഫേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.